കേരളത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പത്രത്തിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. പുതിയ പുതിയ ഓരോ ദിവസവും ഓരോ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പത്രത്തിലൂടെയാണ്, മാധ്യമങ്ങളിലൂടെയാണ്. കേരളത്തിലെ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പുനഃസംഘടനാ ചർച്ചയും ആരംഭിച്ചിട്ടില്ല. അത് തന്നെയുമല്ല, പുനഃസംഘടനയുടെ പേരിൽ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരുന്ന സൽപ്പേര് കളയാൻ ആരും ശ്രമിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പുനഃസംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്, അത് ഹൈക്കമാൻഡാണ്. അത് ആവശ്യമുള്ളപ്പോൾ അവർ പ്രധാനപ്പെട്ട നേതാക്കളെയും ബന്ധപ്പെട്ടവരെയും വിളിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ഒരു കാര്യം നടക്കാത്ത സാഹചര്യത്തിൽ പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കത്തക്ക നിലയിലുള്ള വാർത്തകൾ കൊടുക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്ത് ചെയ്യണം, തുടരണമോ വേണ്ടയോ, ഇതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ്. പക്ഷെ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.